കള്ള് കുടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഭാര്യ സബിതയ്ക്ക് തീരെ ഇഷ്ടമില്ല. അപ്പോൾ പിന്നെ ഒരു ഐഡിയ ഉള്ളൂ, 2 കുപ്പി കള്ള മേടിക്കുക, കള്ളപ്പം ഉണ്ടാക്കുക, അല്ലെങ്കിൽ വട്ടയപ്പം എന്ന് പറയും തൃശ്ശൂർ. അപ്പോൾ ഈ വട്ടയപ്പം അങ്ങോട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ നമ്മളുടെ പ്രശ്നം പരിഹരിച്ചു, ഭാര്യയ്ക്കും സന്തോഷമാവും. അപ്പോൾ 2 കുപ്പി കള്ള് മേടിക്കാവുന്നതാണ് ഞങ്ങൾ. അതിൽ കയറ്റിയിട്ടുണ്ട് മുന്ന്. അപ്പോൾ അവൾ പറഞ്ഞു ഒരു അര കുപ്പിയും കൂടി മേടിച്ചോ. അപ്പോൾ 2 ലിറ്റർ കള്ള് നമ്മൾ എടുത്തിട്ടെ അതിൽ 1 കിലോ പച്ചരി ഇട്ട് വയ്ക്കുക. ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ ഈ കള്ളിയിൽ നിന്ന് നമ്മൾ പച്ചരി ഇങ്ങോട്ട് കോരിയെടുക്കുക. എന്നിട്ട് ഒരു മിക്സിയിലോ ഗ്രൈൻഡറിലോ ഇട്ട് അങ്ങോട്ട് അരയ്ക്കണം. അപ്പോൾ മിക്കവാറും നമ്മൾ കാലത്ത് കള്ള് മേടിച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 മണിയാകുമ്പോഴേക്കും ഇത് അരച്ചു കൊടുക്കാം. പിറ്റേ ദിവസം അരയ്ക്കാനെടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ഒരു അര കുപ്പി കള്ള് നമ്മൾ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ? അപ്പം കള്ളിൽ കുതിർന്ന അരി കള്ള ഒഴിച്ചിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക. വെണ്ണ പോലെ അങ്ങോട്ട് അരച്ചെടുത്തിട്ടാണ് നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുക. അപ്പം കള്ളിന് കള്ളുമായി, വട്ടയപ്പത്തിന് വട്ടയപ്പമായി. അപ്പോൾ ഭാര്യയ്ക്കും സന്തോഷമായി. നമ്മൾ ഒരെണ്ണം വീശിന്നുണ്ടെങ്കിലേ പണ്ടൊക്കെ എന്താണ്, ആണുങ്ങൾ കള്ളു കുടിക്കും വഴി നീളെ ആടി നടക്കും. പക്ഷേ ഈ ആണുങ്ങൾ 1 കുപ്പി കള്ളു കുടിച്ചിട്ട് ആടി നടക്കണേ, പെണ്ണുങ്ങൾ 2 കുപ്പി കള്ള് മേടിച്ച് അതിൽ വട്ടയപ്പം 4 ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവർ 2 കുപ്പി കള്ള് കുടിച്ചു, ഒരാട്ടവും ഇല്ല, ഒരു മതിയില്ല, ഒരു പ്രശ്നമില്ല. ഭാര്യമാർ ഒരു പ്രശ്നമില്ലാണ്ട് വട്ടയപ്പം നിന്ന് അവിടെ ഇരിക്കും. ആണുങ്ങൾ വലിയ അന്തസ്സിന് വെറുതെ ആടിപ്പാടി നടക്കും. അപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ ഇഷ്ടം പോലെ കുടിച്ചിട്ട് നടക്കുന്നത്, ഒരാളും ആടാനില്ല. ഇവിടെ നമ്മുടെ മലയാളികൾ, അതും ടൗണിലല്ല, ഈ ചെറിയ വഴികളിൽ എത്തുമ്പോൾ ആട്ടായി പാട്ടായി കൂത്തായി. അപ്പോൾ ഉണ്ടല്ലേ നമ്മളുടെ വട്ടയപ്പം ഉണ്ടാക്കി വെന്തു. ഇനി കുറച്ച് ഇറച്ചിയുണ്ട്, പോത്ത്. വട്ടയപ്പം പോത്താണ് ഞങ്ങൾ നസ്രാനികൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, അത് കാലത്ത് തന്നെ. അപ്പോൾ പോത്തിറച്ചി വയ്ക്കാൻ അറിയാത്തവർക്ക് പഠിപ്പിച്ചു തരാം. നല്ല നാടൻ പോത്ത് 1 കിലോ, തക്കാളി ഒരു 250 ഗ്രാം, സബോള അതൊരു 300, ഇഞ്ചി 1 ഇഞ്ച് നീളത്തിൽ. അപ്പോൾ അത് നമ്മൾ ചട്ടി ചൂടായി എണ്ണ ചൂടായുമ്പോൾ ഇഞ്ചി അങ്ങോട്ട് ആദ്യം ഇടുക, 1 ഇഞ്ച് കഷ്ണം കേട്ടോ, അത് ചതച്ചത്. അതൊന്ന് മൂത്ത് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ വെളുത്തുള്ളി ഇടുക. അതൊന്നൊന്ന് സെറ്റായി കഴിഞ്ഞാൽ അപ്പം നമ്മുടെ സബോള ഇട്ടോ. സബോളയൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞാലേ തക്കാളി ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ? ഈ ഉള്ളി സബോള വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ചൂടായി മൂത്ത് കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടുക, അതൊക്കെ ആവശ്യത്തിനിടുക. പിന്നെ മല്ലിപ്പൊടി അതൊരു 2 സ്പൂണ്, ടേബിൾ സ്പൂൺ എന്നല്ല ടീസ്പൂണാണ്. പിന്നെ ഉണ്ടോ മുളക് പൊടി, ഇത് ഗരം മസാലയാണ്, അതൊക്കെ പൊടിച്ച് വെച്ചാണ്. തക്കോലം, കരയാമ്പൂ, പട്ട, ഇതൊക്കെ പാടെ മിക്സ് ചെയ്തിട്ട് അടിച്ചതാണ്. ഉണ്ടോ? അതൊക്കെ ഒന്ന് എണ്ണയിലൊന്ന് നമ്മളൊന്ന് വഴറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് കഴിയുമ്പോഴാണ് നമ്മൾ ഇറച്ചിടുള്ളൂ. അപ്പോൾ ഇതുപോലെ കഴുകി വാലൻ വെച്ചാണ് ഇറച്ചി. അത് നല്ല പോത്താണത്. പോത്തിനെ അതിലിട്ട് കൊടുക്കണം കുക്കറിലേക്ക്. അപ്പോൾ പോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ കടയിൽ പോയ പോത്ത് എന്നൊന്നും പറയില്ല അവർ, ബീഫ് എന്ന് പറയുള്ളൂ. ബീഫ് എന്ന് പറഞ്ഞാൽ പോത്തുണ്ടാവും, പിന്നെ പല മൃഗങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നില്ല അത് കണ്ടോ. എന്നിട്ട് കുക്കർ അടച്ചു വയ്ക്കുക. ഒരു 3 വിസിൽ ഞാൻ ഒന്ന് തുറന്നു നോക്കണം ഇത് വെന്തോന്ന്. ഇല്ലെങ്കിൽ അതിൽ കിടന്നൊരു ചമ്മന്തി ആയിട്ടുണ്ടാവും. അപ്പം നമ്മളുടെ പോത്ത് കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ഓ എന്താ മണം ഉണ്ടല്ലേ, ഓരോ വിസിലടിക്കണം. അപ്പോൾ നമ്മളുടെ പോത്തും വട്ടയപ്പും പോത്തും കണ്ടില്ലേ. വട്ടയപ്പം ഈ ചട്ടിയിൽ നിറച്ച് വെച്ചേക്കണം, എന്താ ചൂടാറില്ല. അപ്പോൾ നമ്മളുടെ ഇലകളിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുക, കാരണം കൃഷിക്കാരല്ലേ. അപ്പോൾ 2 ഗുണം. ഒന്ന് ഇലയുടെ ഒരു ഫ്ലേവറും കിട്ടും, നമുക്ക് ഈ പ്ലേറ്റൊന്നും കഴുകണ്ട. ഇതാകുമ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലേ അവിടെ കളഞ്ഞാൽ മതി ഇലയൊക്കെ. അപ്പോൾ വളരെ സ്വാദിഷ്ടമാണ് ഈ പോത്തും വട്ടയപ്പം. വട്ടയപ്പം എന്നല്ലവൻ, ഇവൻ മറ്റവനാണ്. ഏത് തലേദിവസം കള്ളൊഴിച്ച് വീർത്ത് ഉണ്ടാക്കി വട്ടയപ്പാണ്. അപ്പോൾ നമുക്ക് 2 കുപ്പി കള്ള അകത്തും ചെന്നു, വട്ടയപ്പത്തിന് വട്ടയപ്പ് പോയി. ഭാര്യയ്ക്കാണെങ്കിൽ സന്തോഷവും. ആണുങ്ങൾ കള്ളു കുടിക്കും